സഫലയാത്ര, ഏഴാമിടം, രണ്ടാം വീഴ്ച. ക്രിസ്തു കുരിശ് വഹിച്ചുകൊണ്ടുള്ള യാത്ര, സഫലയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ രണ്ടാം പ്രാവശ്യം വീഴുന്നു. എന്തിനാണ് കുരിശിൻ്റെ വഴിയിൽ ഇത്തരം വീഴ്ചകളുടെ ആവർത്തനമെന്ന് നമുക്ക് തോന്നും അല്ലേ? അത്തരം വീഴ്ചകൾക്ക് പഴയ നിയമ ചരിത്രത്തിൻ്റെ ഒരു പാഠഭാഗമുണ്ട്. ആ പാഠഭാഗം മനസ്സിലാകുമ്പോഴാണ് എന്തിനാണ് രണ്ടാമതും വീണത്. മനുഷ്യൻ അഹങ്കാരം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അവൻ ദൈവത്തെക്കാൾ വലിയവനാണ് എന്ന് കരുതും. അങ്ങനെ ദൈവത്തെക്കാൾ വലിയവനാണ് എന്ന് കരുതുക മാത്രമല്ല, അത് മറ്റുള്ളവരെ കാണിക്കുകയും വേണമെന്ന് അവൻ കരുതും. അങ്ങനെ കരുതുമ്പോൾ ബാബേൽ ഗോപുരങ്ങൾ ഉണ്ടാകും. ആ ബാബേൽ ഗോപുരങ്ങൾ ദൈവത്തെക്കാൾ വലിയവരാണ് തങ്ങളെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഗോപുരങ്ങളായി നിൽക്കുമ്പോൾ ദൈവം അവരെ തകർക്കും, അവരുടെ ഭാഷയെ ചിതറിക്കും. അങ്ങനെ ബാബേൽ അനുഭവങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമത്തെ വീഴ്ച. മനുഷ്യൻ്റെ രണ്ടാമത്തെ വീഴ്ചയിൽ ദൈവപുത്രൻ അവരോട് സഹതപിച്ചുകൊണ്ട് രണ്ടാമതും വീഴുന്നു. അവിടെ അവൻ ഒരു ഭാഷ തിരികെ കൊടുക്കുന്നു. അവൻ്റെ ഈ വീഴ്ച, രണ്ടാമത്തെ വീഴ്ച, ആ വീഴ്ച മനുഷ്യകുലത്തിന് തിരികെ കൊടുത്തത് എന്താണെന്നോ, അത് പെന്തക്കോസ്താ ദിനത്തിൽ അവരെല്ലാവരും ഒരുമിച്ചിരിക്കവേ, ആത്മാവ് അവരുടെ മേൽ ആവസിക്കവേ, എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് അവരിലേക്ക് പറന്നിറങ്ങിയതിൻ്റെ ആ ഓർമ്മയിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന്, ഭീരുവായവൻ എഴുന്നേറ്റ് നിന്ന് ആ ജനക്കൂട്ടത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ഞങ്ങൾ ഇതാ ഇവിടെ പ്രഘോഷിക്കുന്നു, അവൻ ഉദ്ധിതനായി എന്ന്. നോക്കിയേ, ഒരു വീഴ്ചയ്ക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മറുപടി പറയുന്ന ദൈവം, രണ്ടാമത്തെ വീഴ്ചയുടെ മറുപടിയാണ് പരിശുദ്ധാത്മാവ്. ഓർക്കൂ, ഭാഷകൾ ചിതറിക്കപ്പെട്ടേക്കാം. ആ ചിതറിക്കപ്പെടുന്ന ഭാഷയെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഏക ഭാഷയാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരാത്മാവിനെ നമുക്കായി ദൈവം കരുതി വെച്ചിരിക്കുന്നു. ആ കരുതി വെക്കലിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമത്തെ വീഴ്ച. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഷകൾ മറന്നുപോകുന്ന സമയങ്ങളിൽ, ദൈവവുമായുള്ള നമ്മുടെ സംഭാഷണങ്ങൾ ഇല്ലാതാകുന്ന സമയങ്ങളിൽ, ദൈവത്തെക്കാൾ മെച്ചമുള്ള ആളാണ് നാമെന്ന് കരുതുമ്പോൾ, അതിനേക്കാൾ ഉന്നതിയാണ് നമ്മുടെ ദർശനങ്ങൾക്കുള്ളതെന്ന് കരുതുമ്പോൾ, അങ്ങനെയൊക്കെ കരുതുന്ന ചില മനുഷ്യരുണ്ട് ഈ മണ്ണിൽ. അവർ വിചാരിക്കുന്നു ദൈവം എന്തോന്ന്, ദൈവം എന്ന് പറയുന്ന സംജ്ഞയെ ഈ മണ്ടന്മാരായ മനുഷ്യരാണ്, ഈ ശക്തിയില്ലാത്ത മനുഷ്യരാണ്, ആത്മബലമില്ലാത്ത മനുഷ്യരാണ് ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എസൻസ് എന്നൊക്കെ പറയുന്ന ചില കൂട്ടായ്മകളുണ്ടല്ലോ, അവർ പറയുന്നു ദൈവമൊന്നുമില്ല, നിങ്ങൾ ഈ ചുമ്മാതെ വിളിച്ചു പറയുന്നതാണ്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇത്തരം യാദൃച്ഛികതകളിൽ നിന്ന് അവർ പറയുന്നത്, ആകസ്മികതകളിൽ നിന്ന് അവർ പറയുന്നത്, ദൈവത്തെക്കാൾ മെച്ചമായവരാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് അത്രമാത്രം ആകസ്മികമല്ലെന്നും, ദൈവം കരുതി വെക്കുന്ന വീഴ്ചകൾക്കുള്ളിൽ പോലും ആത്മാവിനെ കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ടെന്നും തിരിച്ചറിയുമ്പോഴാണ് ഈ രണ്ടാമിടത്തെ വീഴ്ച നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുന്നാസ്വാദനമായി മാറുന്നത്. അവൻ വീഴുമ്പോൾ അവിടെ വീഴുന്ന പൊടിപടലങ്ങൾക്കിടയിൽ ഒരു ചിറകടി ഒച്ച കേൾക്കാം. അവൻ ജോർദാൻ നദിയിൽ കുളിച്ചപ്പോൾ അവൻ്റെ മേൽ പറന്നിറങ്ങിയ അതേ ആത്മാവ് ശിഷ്യന്മാരുടെ മേലെ പറന്നിറങ്ങുന്നതിൻ്റെ, പരിശുദ്ധ അമ്മയുമായി അവർ അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ആത്മാവ് പറന്നിറങ്ങുന്നതിൻ്റെ ചിറകടി ഒച്ച കേൾക്കുന്ന ഇടമാണ് ഈ രണ്ടാമത്തെ വീഴ്ച.